ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഷോപ്പ് എന്ന് പറയുന്നത് യോച്ചി. അപ്പൊ ഇതാണെങ്കിൽ ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെയിൻലി ഫ്രോസൺ യോഗേർട്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സെൽഫ് സെർവ് ആണ് എല്ലാം. ഇപ്പൊ അതെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ഫ്ലേവേഴ്സ് കാണാം, കണ്ടോ? ഇപ്പൊ നമുക്ക് ഓരോരിടത്ത് നമുക്ക് സ്വന്തമായിട്ട് ലൈക്ക് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് പിന്നെ അവിടെ ഷോപ്പിംഗ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു നേരം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ കപ്പ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അത്യാവശ്യം വലിയ കപ്പായിട്ട് എനിക്ക് തോന്നുന്നു. ലൈക്ക് നിറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഇടാൻ പറ്റും. സാധാരണ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഐസ്ക്രീം ഷോപ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് ലൈക്ക് നോർമലി ഒരു മേ ബി ഒരു ഇത്രയും സൈസ് മാക്സിമം. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. പക്ഷെ ഇഷ്ടം പോലെ എടുത്താൽ അത്രയും പൈസ കൊടുക്കണം, അത് വേറെ കാര്യം. സോ അപ്പൊ നമുക്ക് എടുത്തു നോക്കിയാലോ ഏതൊക്കെയാണ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്. സോൾട്ട് ആൻഡ് ബട്ടർ സ്കോച്ച്, കുക്കീസ് ആൻഡ് ക്രീം, സിഗ്നേച്ചർ ടാർട്ട്, മാംഗോ, സ്ട്രോബെറി, വാനില, ചോക്ലേറ്റ്, കോക്കനട്ട്, അങ്ങനെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോ ഇത്രയും ഫ്ലേവേഴ്സ് വരുന്നോണ്ട് തന്നെ ലൈക്ക് ഇത് നമ്മൾക്ക് കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ലൈക്ക് ഇപ്പൊ നമുക്ക് ഇത് മാത്രം മതിയെങ്കിൽ ഇത് മാത്രം എടുക്കാം. സോ ഇപ്പൊ എനിക്ക് മാംഗോ വേണം, സ്ട്രോബെറി വേണം, കോക്കനട്ട് വേണം, എന്ത് വേണമെങ്കിലും എടുക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇറ്റ് ജസ്റ്റ് ഡിപെൻഡ്സ് ഓൺ ദ വേ. അവരിവിടെ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത്, പൈസ കൊടുക്കുന്നത്. സോ നമുക്ക് എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ മാംഗോ എടുക്കാന്ന് വിചാരിച്ചു. സോ യാ, മാംഗോ എടുക്കാം. സോ നേരത്തെ ക്രൗഡ് ആയതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആക്ച്വലി മാംഗോന്റെ കൂടെ ഞാൻ സ്ട്രോബെറി ആണ് എടുത്തേക്കുന്നത്. നോക്കാം എങ്ങനെയുണ്ട് കോമ്പിനേഷൻ എന്നുള്ളത്. ഇവിടെ കുറെ വേറെ ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പൊ ഇനി വരുമ്പോൾ വേറെ എല്ലാ ഫ്ലേവേഴ്സും ട്രൈ ചെയ്യാം. സോ ഇപ്പത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് ട്രൈ ചെയ്ത് നോക്കാം. സോ പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇതേപോലെ കുറേ ടോപ്പിംഗ്സ് ഉണ്ട്. ലൈക്ക് ഇവിടെ തൊട്ട് ആ കോർണർ വരെ ടോപ്പിംഗ്സ് ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ലൈക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഫ്രൂട്ട്സ് തൊട്ട് ലൈക്ക് നട്ട്സ്, ചോക്ലേറ്റ്സ് എല്ലാം വരുന്നുണ്ട്. ലൈക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൂടെയാണ്. ലൈക്ക് മാംഗോ, ലൈക്ക് സ്ട്രോബെറി ട്രൈ ചെയ്യാം, പൈനാപ്പിൾ, ബനാന, ലൈക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചീസ് കേക്ക് വരെ ഉണ്ട് ഇവിടെ. മനസ്സിലായോ? അത്ര വെറൈറ്റീസ് ആണ്. M&M വരെയുണ്ട്. ഇപ്പൊ ഞാൻ സ്ട്രോബെറി എടുക്കാന്ന് വിചാരിച്ചു. വേറെ ഏതെടുക്കണം? ബ്ലൂബെറി ട്രൈ ചെയ്താലോ? ഇനി വേറെ ഏതാ ട്രൈ ചെയ്യാ? ഇതൊരു ഫ്രൂട്ടി ഫ്ലേവർ ആയതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ചോക്ലേറ്റ് ഇതിന്റെ കൂടെ പോകുന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് ട്രൈ ചെയ്താലോ? കുറച്ച് പിസ്താച്ചിയോ. Sorry? Yeah. Yeah. സോ ഗൈസ്, ഫൈനലി ആ ടൈം വന്നിരിക്കുകയാണ്. ട്രൈ ചെയ്യാനുള്ള ടൈം. നമ്മൾ $10 കൊടുക്കാണ് ഇത് മേടിച്ചേക്കുന്നത്. സോ ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ പറയാം ഇതിൽ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മാംഗോ സ്ട്രോബെറി ഫ്ലേവർ യോഗട്ട് ആണ്. ആൻഡ് അതില് ഫ്രൂട്ട്സ്, സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ വരുന്നുണ്ട് ഫ്രൂട്ട്സ് ടോപ്പിംഗ്സ് ആയിട്ട്. പിന്നെ ഞാൻ കോൺഫ്ലെക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്താഷ്യോ സ്പ്രെഡ്, ഈ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പിന്റെ അതേപോലെ. സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരിക്കും ചെയ്യുക.
സോ ഞാൻ സ്ട്രോബെറി, മാംഗോ, ബ്ലൂബെറി എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചെടുക്കുവാണ്. എല്ലാം പരീക്ഷ അറിയാം അതോ സോ ഗുഡ്. ലൈക്ക് ആ ഫ്രൂട്ട്സിന്റെ ഒരു നാച്ചുറൽ ഫ്ലേവർ, ലൈക് ടോപ്പിംഗ്സ് അടിയ ഫ്രൂട്ട്സ് എടുത്തിട്ട് അതിന്റെ ഒരു ഫ്രഷ് ടേസ്റ്റ്. ആൻഡ് ആ യോഗട്ട് എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലേവർ ആണ്. ബിക്കോസ് സംടൈംസ് നമുക്ക് ചില സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടേ ഇല്ല. ലൈക് ആൻഡ് ഓൾസോ സ്വീറ്റ്നെസ് വളരെ മോഡറേറ്റ് സ്വീറ്റ്നെസ് ആണ്, ലൈക് നോട്ട് ടൂ സ്വീറ്റ്. അപ്പൊ നമുക്ക് ഇപ്പൊ ചില ഡെസേർട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അയ്യോ മതിയായി, ലൈക് മടുത്ത് എന്നുള്ളൊരു ഫീൽ ആണ്. ബിക്കോസ് അത്ര ഷുഗർ ആണ്. ബട്ട് ഇതെന്ന് പറയുമ്പോൾ ദർ ഇസ് ഷുഗർ, സോ ബട്ട് ഇറ്റ്സ് ലൈക്ക് നമുക്ക് ടോളറബിൾ ആണ്. ലൈക് നമുക്ക് ഇത് ഫുള്ള് തീർക്കാൻ പറ്റും, സമാധാനമായിട്ട് തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ അയ്യോ നമ്മൾ $10 കൊടുത്തല്ലോ, ഇത് ഇത്രയും വേസ്റ്റ് ആയല്ലോ, ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു ഇത് ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ പിസ്താഷ്യോയ്ക്കും ഒരു നല്ലൊരു ഇത് വരുന്നുണ്ട്. ആൻഡ് ആ കോൺഫ്ലെക്സ് ഉള്ളതുകൊണ്ട് നല്ലൊരു ക്രഞ്ചിനെസ്സും കൂടി. അപ്പൊ ലൈക്ക് ഇത് ആക്ച്വലി ഒരു മിക്സ് ആണ്. ആക്ച്വലി ഞാൻ ഇതിനകത്ത് എല്ലാ ഇതും ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തു, പിന്നെ കോൺഫ്ലെക്സ് ആഡ് ചെയ്തു. സോ മൊത്തത്തില് സോ ഗുഡ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പിസ്താഷ്യോ ഇതിന്റെ കൂടെ മാച്ച് ആവുന്ന വിചാരിച്ചില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ചുമ്മാ കിടന്നതാ. പക്ഷെ ആക്ച്വലി കൊള്ളാം കേട്ടോ. ബട്ട് എനിക്ക് അതിന്റെ കൂടെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ലായിരുന്നു. ബട്ട് പിസ്താഷ്യോ ഇസ് സോ ഗുഡ്. വേറെ ഇപ്പോ ഇതിന്റെ കടയാണെങ്കിലും ഇപ്പൊ നമ്മൾ മെയിൻലി ഇതിപ്പോ നമ്മൾ വേറൊരു കടയിലാണ് വാങ്ങിക്കുന്നത്. ലൈക്ക് ഇതിന്റെ തന്നെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് സൗത്ത് പെർത്തിലാണ്. സോ സൗത്ത് പെർത്തിലുണ്ട്, വിക് പാർക്കിലുണ്ട്, അങ്ങനെ പല സ്ഥലത്തും ഐ തിങ്ക് ഒരു 3 or 4, ഐ എം നോട്ട് ഷുവർ, ഐ തിങ്ക് ഇറ്റ്സ് 3. സോ മെയിൻലി ഞാൻ കണ്ടിട്ടുള്ളത് വിക് പാർക്ക് എന്ന് പറയുന്ന അവിടെ എവിടെ പോയാലും ലൈക്ക് അവിടെ ക്യൂ അല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എവറി ടൈം അവിടെ പോകുമ്പോ ഞാൻ എന്ത് ക്യൂ, ലൈക്ക് എന്താണ് ഇവിടെ ഇത്രയും ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. എപ്പോ പോയാലും ലൈക്ക് ഐ കൻ ടെൽ യു ആ ഡോറിന്റെ പുറത്തായിരിക്കും ആൾക്കാർ നിൽക്കുക, അത്ര ക്യൂ ആണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും എന്തിനും എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണം. ആൻഡ് ഇറ്റ്സ് ദ കറക്റ്റ് ടൈം ദാറ്റ് ഞാൻ ഇപ്പൊ തന്നെ അത് ട്രൈ ചെയ്യാൻ. അതാണ് എനിക്ക് ആ ഒരു ഐഡിയ പെട്ടെന്ന് കത്തി. ഓക്കെ വെച്ച് ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് പറയണം. ആൻഡ് വേറെ സംഭവം എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഈ ഫ്രോസൺ യോഗട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഗ്ലൂട്ടൻ ഫ്രീ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ലൈക്ക് നിങ്ങൾക്ക് അത്ര ടെൻഷൻ അടിക്കോ അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇറ്റ്സ് നോട്ട് ടൂ സ്വീറ്റ്. ഇപ്പോ ലൈക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച അങ്ങോട്ട് കാണാൻ പറ്റും, അവിടെ കുറച്ച് സംഭവങ്ങൾ എഴുതി വെച്ചു. ഇത് കഴിച്ചത് എന്തിന് എനിക്ക് തോന്നി ഇത് ആക്ച്വലി വർത്ത് ആണെന്ന് എനിക്ക് തോന്നി. ഇവിടെ വരുമ്പോ വരെ ഞാനിങ്ങനെ വിചാരിച്ചില്ലേ ഇനി ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്തിട്ട്, നമ്മൾക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്തിട്ട് പക്ഷെ നമുക്ക് അത്രയില്ല, ഇത്രയും പോരാ എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ആക്ച്വലി ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും തന്നെ ആ ലെവലിൽ തന്നെ ഉണ്ട്. ലൈക്ക് അവരെല്ലാ ഒരു ഇപ്പൊ എന്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ടൂ സ്വീറ്റ് ആയി കഴിഞ്ഞാൽ അത് തീർക്കാൻ പറ്റില്ല. സോ അങ്ങനെ നോക്കുമ്പോ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി, എല്ലാം കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് അനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ കുറച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ച് അവരെ വെയിറ്റ് മെഷർ ചെയ്തിട്ടാണ് നമുക്ക് പൈസ ചാർജ് ചെയ്തത്. സോ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒത്തിരി ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിനകത്ത് ഇഫ് യു വോണ്ട് ടു ട്രൈ നമുക്ക് എല്ലാ യോഗട്ട് ഫ്ലേവറിങ് നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ എടുക്കാം, മനസ്സിലായോ? സെൽഫ് സെർവ് ആയോ, ഇതിന്ന് കുറച്ച് ലിറ്ററലി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ പല പല ടോപ്പിംഗ്സ്, ഇഷ്ടംപോലെ ടോപ്പിംഗ്സ് ഉണ്ട്. ലൈക്ക് ആക്ച്വലി എനിക്ക് പറഞ്ഞു തന്നെ തീരുമെന്ന് അറിയത്തില്ല. ലൈക്ക് ആ ഫ്രൂട്ട്സ് തൊട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ലൈക്ക് എല്ലാം ഉണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇവർക്ക്, അതാണ് എനിക്ക് ഫീൽ ചെയ്ത മെയിൻ കാര്യം. വേറെ ലൈക്ക് ഇതിപ്പോ എല്ലാവർക്കും പിന്നെ അവരിപ്പോ ഞാൻ മെയിൻലി പറഞ്ഞല്ലോ ലൈക്ക് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, അത്ര ഷുഗറും കുറവാണ്. സോ ഐ തിങ്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ എവ്രി വൺ, മനസ്സിലായല്ലേ? ആൻഡ് എനിക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലേവറും ഫീൽ ചെയ്തില്ല, വളരെ നാച്ചുറൽ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ
ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പൊ പേരൻസ് ഒക്കെ പറയല്ലോ അവർക്ക് ഒത്തിരി ഷുഗർ കൊടുക്കാൻ പറ്റില്ല, അതാണ് ഇതാണ്. സോ കമ്പയർ ടു ലൈക്ക് ഐസ്ക്രീം, ഇത് ലൈക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഫ്രോസൺ യോഗട്ട് ആണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ ഫോർ ദം. കാരണം ഇപ്പൊ ഞാൻ കഴിച്ചത് വെച്ചിട്ട് എനിക്ക് ഒത്തിരി ഷുഗർ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ആൻഡ് ഇപ്പൊ ഇവര് കൊടുക്കുന്ന ടോപ്പിംഗ്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ട്, ലൈക് സ്ട്രോബെറി, ബ്ലൂബെറി. പിള്ളേരെ കൊണ്ട് ഫ്രൂട്ട്സ് കഴിപ്പിക്കാമല്ലോ. ലൈക് ഇറ്റ് ലുക്സ് ലൈക് റിയലി നൈസ്. സ്ട്രോബെറി, ബ്ലൂബെറി എല്ലാം ഇട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ടല്ല. സോ അതൊരു അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നി ഇത് ലൈക് ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. സോ ഗൈസ്, ആക്ച്വലി വർത്ത് ഹൈ. ഇനി ഉറപ്പായിട്ട് ഞാൻ ഇനിയും ഇവിടെ വന്ന് ഇനിയും ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.